നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിപിൻ, ഇതിവന്റെ ഭാര്യ. വീട്ടിൽ നിന്ന് ഞാൻ ഇവനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുമ്പോ ഒന്നും അറിയാത്ത കാര്യത്തിനാണ് ഞാൻ ഇവനെ കൊണ്ടുവരുന്നെന്നല്ലേ ഇവൻ പറഞ്ഞത്. ഇപ്പൊ അത് പറയാൻ ഇവന് ചങ്കൂറ്റുണ്ടോന്ന് കേട്ടു നോക്ക്. ഈ നിൽക്കുന്ന വീണയുടെ മുമ്പിൽ നിന്ന് അത് പറയാൻ നിന്റെ ഭർത്താവിന് ചങ്കൂറ്റുണ്ടോന്ന് ചോദിച്ചു നോക്ക്. നീ തന്നെ പറഞ്ഞു കൊടുക്കടാ. പ്രിയ, അത് ഞാനും വീണും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ബാക്കിയും കൂടെ പറഞ്ഞു കൊടുക്കടാ. വീണ എന്നെ ഗർഭിണിയായി. you cheat! പ്രിയ, പൊയ്ക്കോ എന്റെ കൺമുമ്പിൽ. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിച്ചു. പക്ഷേ ഈ നിൽക്കുന്ന പെണ്ണിനെയും എന്നെയും ഒരുപോലെ ചതിച്ച നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. പ്രിയയുടെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാം. പ്രിയ, കൺമുന്നിന്ന് പോ. എടോ പോ. ഐ എം റിയലി സോറി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അയാൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കാലി വീണ് മാപ്പ് ചോദിക്കാം. മോളെന്തിനാ മാപ്പ് ചോദിക്കുന്നേ? ഒരുപക്ഷെ എന്റെ വിവാഹത്തിന് മുമ്പേ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കില്ലായിരുന്നു. ഫൈറ്റ് ചെയ്യാൻ വീണ തയ്യാറാണെങ്കിൽ ഞാൻ വീണയുടെ കൂടെ നിൽക്കാം. കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം. ഒരാളുടെ ജീവിതം എറിഞ്ഞുടയ്ക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല കുട്ടി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കുടുംബം തീയില്ല. ഇവിടെ ഉള്ളവരുടെ മനസ്സ് പൊള്ളിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. ഉള്ളിലെ വേദന എനിക്ക് മനസ്സിലാവും. മകൾക്ക് സംഭവിച്ചതിന് പകരം ഒരു മാർഗം നിർദ്ദേശിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോട്ടെ. വീണ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. ഇപ്പൊ അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ സാധിച്ചു കൊടുത്തത്. അവളെന്റെ ഭാര്യയല്ലേ. ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഭർത്താവ് സാധിച്ചു കൊടുക്കണ്ടേ?
അമ്മയും ചോദ്യം പറയുന്നത് ഇതുവരെ ഇങ്ങനൊരു പെരുമാറ്റം ജീവനിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന. അതിന്റെ അർത്ഥം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനാണെന്നല്ലേ? എന്നെ വഴക്ക് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് കാരണമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും തിരുത്താനും ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. എന്താ കാര്യമെന്ന് എന്നോടൊന്ന് പറയാവോ? വലിയ വലിയ സ്വപ്നങ്ങളായിട്ടൊന്നുമല്ല ഞാൻ ജീവിച്ചിരുന്ന. എന്റെ അച്ഛനും ഞാനും കൂടെ പങ്കിട്ട കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടും ഇവിടുത്തെ അമ്മയും ഞങ്ങൾക്ക് വെച്ച് നേടിയ സ്വപ്നമുണ്ടല്ലോ, അത് ചെറുതൊന്നും ആയിരുന്നില്ല. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ അച്ഛനും ആ അമ്മയുടെ വാക്കുകളെയാ വിശ്വസിച്ചത്. എനിക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് മനസ്സമാധാനം എന്നൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന. എനിക്കിപ്പോ മനസ്സമാധാനം എന്നൊന്നില്ല. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്, എന്നിട്ട് എന്നോടൊന്ന് മിണ്ട്. എനിക്കിപ്പോ സംസാരിക്കാനുള്ള മൂടില്ല. പൊയ്ക്കോളൂ. ആട്ടി ഓടിക്കാനുള്ള അവസ്ഥയിലായോ ഞാൻ? നിത്യ നോക്ക്, രാത്രിയാണ്. ഒരു സംസാരം ഉണ്ടായ എല്ലാവരും എഴുന്നേറ്റ് വരും. പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. അല്ലേലും തെറ്റുകാരൻ ഞാനാണല്ലോ. അതുകൊണ്ടാ പറയുന്നത്, പോ. എന്നാലും കാര്യം എന്താ എന്നോട് പറയില്ല അല്ലേ? പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.